കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും, സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കുടുംബം ദൈവത്തിൻ്റെ ദാനമാണ്. കുടുംബത്തിന് അനുഗ്രഹവും കുടുംബത്തിന് നടത്തിപ്പുമൊക്കെയും ദൈവകൃപയാൽ മാത്രം സാധ്യമാകുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തൈവിളയിൽ കുടുംബത്തിൻ്റെ രണ്ടാമത്തെ യോഗമാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ നടത്തപ്പെടുന്നത്. വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പലവിധമായ തിരക്കുകളോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങളോ നിറവേറ്റേണ്ടതാണ്. അതെല്ലാം നമുക്കറിയാം. പക്ഷേ ഇവിടെയും സമയം കണ്ടെത്തി ഇത്രയും പേർ ഈ യോഗത്തിൽ ഒരുമിച്ച് കൂടുന്നുവെങ്കിൽ കുടുംബത്തിന് നിങ്ങൾ എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നത് ഓർമ്മപ്പെടുത്തുന്ന, ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയാണ്. ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കുടുംബത്തിനും അനുനിമിഷം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുടുംബത്തിന് എത്രമാത്രം പേരൻസും മക്കളും അല്ലെങ്കിൽ വളർന്നു വരുന്ന ഓരോ തലമുറകളും പ്രാധാന്യം നൽകുന്നു എന്നത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ് കുടുംബ വ്യവസ്ഥ എന്നത്. ഇന്ന് പലപ്പോഴും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കാകട്ടെ, ഓരോ യങ് ജനറേഷനുമാകട്ടെ, കുടുംബജീവിതത്തിനോട് ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടല്ല അവർ വയ്ക്കുന്നത്. എനിക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമില്ല എന്ന് കുറേ പേർ പറയുന്നുണ്ട്. എനിക്ക് വിവാഹം ചെയ്ത് മക്കളെ വളർത്താൻ താല്പര്യമില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വിവാഹം ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് മക്കളെ വളർത്താനോ അതിനുള്ള ഒരു മനസ്സോ അതിനുള്ള താല്പര്യമോ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കിങ്ങനെ ഫ്രീ ബേർഡ്സായിട്ട് ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ ജീവിക്കണമെന്ന് പറയുന്നവരുമുണ്ട്. ഇങ്ങനെ അനുനിമിഷം ഓരോ ദിനത്തിലും പുതിയ ചിന്തകളും പുതിയ രീതിയിലുള്ള ബന്ധങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ, നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ നടുവിൽ ഉടലെടുക്കുകയാണ്. അവിടെ മാതാപിതാക്കൾ ഗൗരവമായി ചോദിക്കേണ്ടതാണ്, കുടുംബജീവിതം അതെങ്ങനെ അർത്ഥപൂർണമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന്. തലമുറകളെ അതിനായി എങ്ങനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. അവരിന്ന് വന്ന് നമ്മളോട് പറയുകയാണ്, എനിക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്കിതിനൊന്നും ഒരു മനസ്സുമില്ല. നിങ്ങളെങ്ങനെ അതിനോട് പ്രതികരിക്കും? അവിടെ ദൈവ കൃപയിൽ അല്ലെങ്കിൽ ദൈവത്തിൽ അധിഷ്ഠിതമായി കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തി കൊണ്ടുവരേണ്ടത് ഏറെ ആവശ്യമാണ്. അതിനാണ് ഇടവക അല്ലെങ്കിൽ സഭാജീവിതം അല്ലെങ്കിൽ സൺഡേ സ്കൂൾ, നമ്മുടെ വീട്ടു പ്രാർത്ഥനകൾ, അതെല്ലാമാണ് അതിനായിട്ട് നമ്മെ രൂപപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നത്. ഇന്നിവിടെ വായിച്ച വേദഭാഗങ്ങളൊക്കെ നമ്മെ അതിന് സഹായിക്കുന്നതാണ്. 127 സങ്കീർത്തനം നിങ്ങൾക്കെല്ലാവർക്കും കാണാപ്പാഠം അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ വാക്യം നിങ്ങൾക്കറിയാമോ? 127 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യം, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു എന്നാണ്. വാക്യം നിങ്ങൾക്ക് നന്നായി അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കും. ശലോമോൻ രാജാവിൻ്റെ പേരിലുള്ള ഒരു കുടുംബഗീതമാണ്. ശലോമോൻ രാജാവ് താൻ തൻ്റെ കാലത്ത് ഏറ്റെടുത്ത് നടത്തേണ്ടിയിരുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ആ സങ്കീർത്തനത്തെക്കുറിച്ച് ആഴമായി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. മക്കളെ വളർത്തണം, രാജ്യത്തിൻ്റെ കാര്യം നോക്കണം, ഗോത്രത്തിൻ്റെ നിലനിൽപ്പിനായി ചെയ്യേണ്ട ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. നീ നഗരം പണിയണം, പട്ടണം കാത്തു സൂക്ഷിക്കണം, അതാണ് കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എവ്രിതിങ് തൻ്റെ ഗവേണൻസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, അതെല്ലാം ശലോമോൻ രാജാവ് ആ സങ്കീർത്തനത്തിൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വളരെ ലളിതമായി ആ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കർത്താവാണ് ഒരേ സമയം കുടുംബജീവിതത്തിൻ്റെ ശില്പിയും കാവൽക്കാരനുമെന്നാണ്. ഗോഡ് ആസ് ദ സോൾ സ്കൾപ്റ്റർ ആൻഡ് ദ ഡെവലപ്പർ, അല്ലെങ്കിൽ ആ കുടുംബജീവിതത്തെ വളർത്തുന്നത്, വികസിപ്പിക്കുന്നതെല്ലാം കർത്താവാണ്, ദൈവമാണ് എന്ന ഒരു വലിയ ചിന്ത. കാവൽക്കാരൻ ദൈവമാകുന്നു. നമുക്ക് ബ്രിട്ടീഷ് ചാനൽ എന്ന ഒരു ചാനലിനെ കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. ബ്രിട്ടീഷ് ചാനൽ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചാനൽ എന്നൊക്കെ അതിന് പറയാറുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം ഷിപ്പിംഗ് ബിസിനസ് നടക്കുന്ന നിരവധി ചാനലുകളിൽ ഒന്നാണ് ഈ ബ്രിട്ടീഷ് ചാനൽ എന്നത്. ആ ബ്രിട്ടീഷ് ചാനലിൽ
എഡ്ഡിസ്റ്റോൺ എന്ന ഒരു പാറക്കെട്ട് ഉണ്ട്. എഡ്ഡിസ്റ്റോൺ. ഈ എഡ്ഡിസ്റ്റോൺ എന്ന പാറക്കെട്ടിൽ ഇടിച്ച് തകർന്ന് തരിപ്പണമായ കപ്പലുകളുടെ എണ്ണത്തിന് ഒരു കണക്കില്ല എന്നാണ് ചരിത്രം പറയുന്നത്. നിരവധി കപ്പലുകളാണ് ഈ എഡ്ഡിസ്റ്റോൺ എന്ന പാറക്കെട്ടിൽ ഇടിച്ച് തകർന്നിരിക്കുന്നത്. ഒത്തിരി പേർ പല സമയങ്ങളിലായിട്ട് ലൈറ്റ് ഹൗസുകൾ അവിടെ പണിതെങ്കിലും എന്തെങ്കിലും കാരണത്താൽ അവയെല്ലാം തകർന്ന് വീഴുകയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ലൈറ്റ് ഹൗസ് പണിതത് 1696 ആ ലൈറ്റ് ഹൗസ് പണിത് 1 വർഷത്തിനുള്ളിൽ തന്നെ കൊടുങ്കാറ്റടിച്ച് അത് നിലത്ത് വീണു. പിന്നീട് 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ലൈറ്റ് ഹൗസ് പടുത്തുയർത്തി. അത് തീ കത്തി ചാമ്പലായി എന്നാണ് ചരിത്രം പറയുന്നത്. കുറേ കാലം ഒന്നും ചെയ്തില്ല. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു എൻജിനീയർ മുന്നോട്ട് വന്നു. ഒരിക്കലും നശിക്കാത്തൊരു ലൈറ്റ് ഹൗസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പണിത് തരാം എന്ന ആ എൻജിനീയർ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ പണി ആരംഭിച്ചു പൂർത്തിയാക്കിയതിന് ശേഷം ഒരു കാര്യം കൂടി ഈ എൻജിനീയർ പറഞ്ഞു. ഇവിടെ കൊടുങ്കാറ്റ് പതിവാണ്. ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് അടിക്കുന്ന രാത്രിയിൽ ഞാൻ ഇതിനകത്ത് താമസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ശക്തമായ കൊടുങ്കാറ്റടിക്കാൻ സാധ്യതയുള്ള ആ രാത്രിയിൽ ഈ എൻജിനീയർ അതിനകത്ത് കയറി അവിടെ താമസിച്ചു. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ ആ എൻജിനീയറിനെ അവിടെ കണ്ടില്ല, ആ ലൈറ്റ് ഹൗസിനെയും അവിടെ കണ്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നബാധിത മേഖലയായി, ഉത്തരമില്ലാത്ത ചോദ്യമായി ആ എഡ്ഡിസ്റ്റോൺ എന്ന പാറക്കെട്ട് അവിടെ നിലകൊണ്ടു. എന്നാൽ കുറേ കൂടെ വർഷങ്ങൾക്ക് ശേഷം ഇൻ ദ ഇയർ 1879 1879 സർ ഡഗ്ലസ് എന്ന ഒരു എൻജിനീയർ മുന്നോട്ട് വന്നു. സർ ഡഗ്ലസ് എൻജിനീയർ ലൈറ്റ് ഹൗസ് പണിയുവാനായിട്ട് ആരംഭിച്ചു. എന്നാൽ ഡഗ്ലസ് ആദ്യമേ ചെയ്തു അടിസ്ഥാനം പാറക്കെട്ടിലല്ല ഉറപ്പിച്ചത്. ഈ എഡ്ഡിസ്റ്റോൺ എന്ന പാറക്കെട്ട് അവിടെയുണ്ട്. ആ പാറക്കെട്ടിലല്ല ഉറപ്പിച്ചത്. പിന്നീട് അടുത്തുള്ള പവിഴപ്പുറ്റുകളിൽ തൻ്റെ ആ അടിസ്ഥാനം, ആ ലൈറ്റ് ഹൗസിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ച് അദ്ദേഹം പണി ആരംഭിച്ചു. 3.5 വർഷം എടുത്തു. 3.5 years. ആ 3.5 വർഷം കൊണ്ട് ഈ ലൈറ്റ് ഹൗസ് പണിത് പൂർത്തിയാക്കി. നിങ്ങൾക്കറിയാമോ, ആ ലൈറ്റ് ഹൗസാണ് ഇന്നും അവിടെ നിലനിൽക്കുന്നത്. എഡ്ഡിസ്റ്റോൺ എന്ന പാറക്കെട്ടിൽ സർ ഡഗ്ലസ് പണിത ലൈറ്റ് ഹൗസാണ് ഇന്നും നിലനിൽക്കുന്നത്. അതിൻ്റെ കീഴിൽ സർ ഡഗ്ലസ് എന്നേക്കും കാണപ്പെടുന്ന ഒരു വാക്യം അവിടെ ആലേഖനം ചെയ്തു. ദൈവം പണിയാതിരുന്നാൽ കാവൽക്കാരൻ വൃദ്ധാധ്വാനിക്കുന്നു. ദൈവം പട്ടണം കാക്കാതിരുന്നാൽ അല്ലെങ്കിൽ കാവൽക്കാരൻ വൃദ്ധ ജാഗരിക്കുന്നു എന്ന ആ വാക്യം, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃദ്ധാധ്വാനിക്കുന്നു എന്ന വേദവാക്യം ആ ലൈറ്റ് ഹൗസിൻ്റെ കീഴിൽ ഇന്നും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും പണിയാനായിട്ട് മുന്നോട്ട് വന്നു. പല വീരവാദങ്ങളും മുഴക്കി. പക്ഷേ സർ ഡഗ്ലസ് ഫുള്ളി മെഡിറ്റേറ്റഡ് അപ്പോൺ ദ വേർഡ് ഓഫ് ഗോഡ്. ആ ദൈവവചനത്തിൽ പരിപൂർണമായി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട്, ആ ദൈവത്തിൽ പരിപൂർണമായ ആശ്രയം അർപ്പിച്ചുകൊണ്ട്, കർത്താവ് തന്നെയാണ് ഇതിൻ്റെ കാവൽക്കാരൻ, കർത്താവ് തന്നെയാണ് ഇതിൻ്റെ ശില്പി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ലൈറ്റ് ഹൗസ് പണി ആരംഭിച്ച് പൂർത്തിയാക്കിയത്. അതുകൊണ്ടാണ് ഇന്നും അത് എല്ലാ ലോകവാസികൾക്കും ഒരു വലിയ സ്മാരകമായി, പ്രചോദനമായി നിൽക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നാം ഇതേ ദർശനത്തോടെയാണോ നാം നമ്മുടെ മക്കളെ വളർത്തുന്നത്? 10ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടിയാൽ വലിയ ഫ്ലക്സ് അടിച്ച് നാം പ്രദർശിപ്പിക്കുമോ? അവിടെ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയിൽ ദൈവമാണ് ഇത്രയും പ്രചോദനമായി നിന്നതെന്ന് ഞാൻ സാക്ഷിക്കുന്നുണ്ടോ? അതോ എൻ്റെ കുഞ്ഞിൻ്റെ വലിയ നേട്ടങ്ങളാണ് ഇതെന്ന് ഞാൻ അഭിമാനിച്ചുകൊണ്ട് ഞാൻ എല്ലായിടത്തും കൊട്ടിഘോഷിക്കുമോ? എൻ്റെ കുടുംബത്തിന് എൻ്റെ കുഞ്ഞിന് നല്ലൊരു അഡ്മിഷൻ കിട്ടിയെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലാണ്, ദൈവത്തിൻ്റെ നടത്തിപ്പാണ് എന്ന് നന്നായി സാക്ഷിക്കുവാൻ കഴിയുമോ? കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ പ്രചോദനവും അവരുടെ കഴിവുകളുടെ എല്ലാം ഉറവിടം ഈ കർത്താവാണെന്ന് കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ഈ കാലഘട്ടത്തിൽ സാക്ഷിക്കുവാൻ കഴിയുമോ? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഈ കുടുംബയോഗങ്ങളിൽ നാം വളരെയധികം ചിന്തിക്കേണ്ട കാര്യവും ഇത് തന്നെയാണ്. കുടുംബം കർത്താവിൻ്റെ ദാനമാണ്. കർത്താവാണ് അതിൻ്റെ ശില്പി, കർത്താവാണ് അതിൻ്റെ കാവൽക്കാരൻ. ഈ ചിന്തയോടുകൂടെ മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുടുംബത്തെ രൂപപ്പെടുത്തുവാൻ നന്നായി ശ്രമിക്കാം. തൈവിളയിൽ കുടുംബത്തെ
ദൈവം തുടർന്നും അതിനായി ധൈര്യപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ. ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.